പ്രിയമുള്ളവരെ, പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ പോകുന്നത് പ്രശ്നവും പരിഹാരവും. നമുക്കറിയാം, പ്രശ്നങ്ങളില്ലാത്ത ആരെങ്കിലും ഭൂമിയിലുണ്ടോ എന്നറിയില്ല. ഉണ്ടായിരിക്കാം, പക്ഷെ ജീവിക്കുന്നവർക്കെല്ലാം അതിൻ്റെതായ പ്രശ്നങ്ങളും പോരായ്മകളും ഒക്കെ ഉണ്ടായിരിക്കും. അതിനെങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതാണ് പ്രശ്നം. 80% പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്, 20% ഇല്ലെന്നാണ് പറഞ്ഞത് മഹാനായ ഒരു എഴുത്തുകാരൻ. 80-20. 20% അത് അപരിഹാര്യമാണ്. അത് മറന്നേക്ക് വിട്ടുകളയും. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടോ ഒരു കാര്യവുമില്ല. അപരിഹാര്യമായ പ്രശ്നം. ഒരാൾ മരണപ്പെട്ടു പോയാൽ പിന്നെ ഒരു പരിഹാരമില്ല. ഓക്കെ. അതുപോലെ ഒരു മനുഷ്യൻ സ്ത്രീയായും പുരുഷനായും ജനിക്കുന്നു. ഈ രൂപം ഇന്നിപ്പോൾ ധാരാളം സാധ്യതകളുണ്ട്. വേഷമൊക്കെ മാറ്റാം, മുഖം മാറ്റാം, എല്ലാം സാധ്യതയുണ്ട്. പക്ഷേ തനതായ വ്യക്തിത്വത്തെ, സ്വഭാവത്തെ മാറ്റുവാൻ പ്രയാസമില്ല. അത് സംഭവിച്ചു. നമ്മൾ ഉണ്ടാക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്, അനാവശ്യമായ പ്രശ്നങ്ങൾ. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. എപ്പോഴും പ്രശ്നത്തിൻ്റെ ഇരയായി പോകും നമ്മൾ. പ്രശ്നങ്ങളെല്ലാം വേഷം മാറി വരുന്ന അനുഗ്രഹങ്ങളെന്ന് പലപ്പോഴും ഞാൻ ഓർമ്മപ്പെടുത്താറുണ്ട്. അതിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെയാണ് പല കണ്ടുപിടുത്തങ്ങളും ലോകത്തിൽ സംഭവിച്ചിട്ടുള്ളത്. പ്രശ്നമാണ് സത്യത്തിൻ്റെ മാതാവ് എന്ന് പറയുന്നത്. പ്രശ്നമില്ല, ആരും ഉയരത്തിലും വളരുകയില്ല, പരിശ്രമിക്കുകയില്ല. മടിയന്മാരായി പോകും, അലസമാന്മാരായി പോകും. ജീവിതം ഇതിനിടെ ആരോ ഒരാൾ പറഞ്ഞു, എനിക്ക് ജീവിതം മടുത്തു, അങ്ങനെയാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത്. ജീവിതത്തിൽ ഒന്നും ചെയ്യാനില്ല. ഇവിടെയാണ് മഹാനായ ഓഷോ ഒക്കെ ധാരാളം ഉദ്ധരണികൾ നമുക്ക് നൽകിയിരിക്കുന്നു. നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം, വായിക്കാം, ചിത്രം വരയ്ക്കാം, സിനിമ കാണാം, കവിത എഴുതാം, സാഹിത്യം എഴുതാം, എന്തും നിങ്ങൾക്ക് സൃഷ്ടിക്കാം. ജീവിതം നശിപ്പിക്കാനുള്ളതല്ല. അതൊരിക്കൽ നശിക്കും. ഓക്കെ, അതിനിടെ ജീവിച്ച് നമ്മളതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കേണ്ടതുണ്ട് സുഹൃത്തുക്കളെ. അതുകൊണ്ട് പ്രശ്നങ്ങളെ ഭയന്ന് നമ്മൾ പ്രവർത്തിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. പ്രശ്നങ്ങളുണ്ടായിരിക്കും. നമ്മൾ നടക്കുമ്പോൾ പ്രശ്നമുണ്ടാവും, ജീവിക്കുമ്പോൾ പ്രശ്നമുണ്ടാവും. എല്ലാം അതിനൊക്കെ നമ്മൾ പുഞ്ചിരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യാനുള്ള കഴിവും തൻ്റെ ഇടവും ആർജവും നമുക്കുണ്ടായിരിക്കും. അപ്പോഴാണ് ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്നത്. നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെ ആ മഹാശക്തിയുടെ അനുഗ്രഹത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ആർക്കും. നമുക്ക് പലതും പറയാം, പ്രസംഗിക്കാം, പക്ഷേ ആ അനുഗ്രഹത്തിൽ നമുക്ക് ഒരു നിമിഷം പോലും ശ്വാസോച്ഛ്വാസം ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. ഈ പ്രപഞ്ചം നമ്മളെ അനുഗ്രഹിക്കണം. ഓക്സിജനിലെ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ തളർന്നു വീഴും. നമുക്കറിയാം, എല്ലാ ജീവജാലങ്ങളുടെയും ഗതി അതാണ്. അപ്പോൾ അത് നമുക്കിപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓക്സിജൻ ശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ആദരവോടുകൂടെ ജീവിതത്തെ നമ്മൾ കാണേണ്ടതുണ്ട്. നിങ്ങളുടേതായ സർഗാത്മകതയിലൂടെ, നിങ്ങളുടേതായ താല്പര്യത്തിലൂടെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ. എല്ലാ ഭാവങ്ങളും തരുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.